ഇതെന്താ തുടങ്ങിയപ്പോഴേ ഒരു വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നല്ല തുടക്കം ഞാനൊരു നമ്മൾ സാധാരണ അവതരിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊരു ക്യാഷ്വലായിട്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മാതിരി, നിങ്ങൾക്ക് കൂടെ നിന്ന് പറഞ്ഞു തരുന്ന മാതിരി അങ്ങനെ ഒരു ഫീൽഡിൽ ചെയ്യാം. ഭയങ്കര ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഒരു 15 ദിവസം ഓക്കെ, നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. എൻ്റെ കോലം കണ്ടത് നിങ്ങൾ പേടിക്കേണ്ട. ഒന്നും കഴുത്തിലും ഒന്നുമില്ല, കാതിലും ഒന്നുമില്ല. ഭയങ്കര ചൂട്, ഭയങ്കര ഹീറ്റ്. പിന്നെ നിങ്ങളുടെ മുമ്പ് വരുന്നതിന് എനിക്ക് ഭയങ്കര മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ. നമ്മൾ സ്കിൻ കെയർ ചലഞ്ച് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല നീറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് വെള്ളം. അതും ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. എഴുന്നേറ്റ് വന്ന് ഒന്ന് ബ്രഷ് ചെയ്തു, ദാറ്റ്സ് ഓൾ, അത്രേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മുഖം പോലും കഴുകിയില്ല. കാരണം കഴുകുക അതല്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. വീഡിയോ ഒരു പക്ഷേ ലാഗായി പോയി കഴിഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. ചുമ്മാ ഒരു പാക്ക് മാത്രം ഇട്ട് എന്നിട്ട് ഞാൻ പോവല്ല. ഒരു ദിവസം ഫുള്ള് നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് മേ ബി വീഡിയോയുടെ ലെങ്ത് കുറച്ച് ലാഗായി പോവും. ക്ഷമിച്ച് നിങ്ങളുടെ ക്ഷമയുള്ള സമയത്ത് ഇരുന്ന് പതുക്കെ കാണുക കേട്ടോ. അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് കണ്ടാൽ മതി, രാത്രി കിടക്കാൻ നേരത്ത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണം. അത് നിങ്ങൾക്ക് പല രീതിയിൽ കുടിക്കാം. ഇന്ന് നമുക്ക് പുതിനയുടെ ഇലയിട്ടിട്ട് വെള്ളം കുടിക്കാം. ഓക്കെ, പുതിന ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കുടിക്കാം, ഒരു പ്രശ്നമില്ല. മല്ലി ഇല ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിനയോടെ. പുതിന എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഫ്രഷ്നറാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പുതിന വാട്ടർ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. പുതിന വാട്ടർ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് പലവർക്കും ഡൗട്ടുണ്ട്. നിങ്ങൾ പുതിന ഇട്ട് വെള്ളം തിളപ്പിക്കരുത്. വെള്ളം നല്ലപോലെ തിളച്ചൂടാക്കിയതിന് ശേഷം, അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ക്യാൻ വാട്ടറാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയോ ചെയ്യുക. ഇവിടെയൊക്കെ ക്യാൻ വാട്ടറാണ്. ഇല്ല നിങ്ങൾക്ക് സാധാരണ നോർമൽ പൈപ്പിൽ അങ്ങനെയൊക്കെ കിണറ്റിലെ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ലപോലെ തണുപ്പിച്ചെടുത്ത വെള്ളത്തിൽ പുതിന ഇട്ട് വയ്ക്കുക. ഒരിക്കലും പുതിന ഇട്ട് തിളപ്പിക്കരുത്. കുറച്ച് നേരം പുതിന ഇട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി, പുതിനയുടെ സെൻസൊക്കെ ഇറങ്ങിക്കോളും. ഓക്കെ, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. അടുത്തത് നെക്സ്റ്റ്, മുഖം നല്ലപോലെ കഴുകുക. ഒന്നും ഇടണ്ട, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. ഫേസിൽ വേറെ ഒന്നും സോപ്പോ പൊടിയോ ഒന്നും ഇടുക. സോപ്പ് നമ്മൾ ഈ ഒരു 15 ഡേയ്സ് തൊടുന്നേ ഇല്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് കഴുകിയിട്ടുണ്ട്. നിങ്ങൾ ഫേസ് കഴുകി കഴിഞ്ഞാൽ ഒരുപാടിട്ട് തുടയ്ക്കണ്ട. ജസ്റ്റ് അത് നമ്മുടെ ആ ഒരു ഇതിൽ റൂമിൽ നമ്മുടെ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ആ ഫേസ് ഒന്ന് ഡ്രൈ ആകട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് ഡ്രൈ ആകാൻ വേണ്ട. നിങ്ങൾ എപ്പോഴും ഫേസ് കഴുകുമ്പോൾ, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് ഫേസ് കഴുകുമ്പോൾ അത് ഞാൻ നോർമലായിട്ട് തന്നെ വിട്ടേക്കും കേട്ടോ. അതങ്ങനെ തന്നെ നോർമലായിട്ട് കുറച്ച് നേരം ഉണങ്ങട്ടെ, കുറച്ചൊന്ന് ഡ്രൈ ഔട്ട് ആവട്ടെ. ഇപ്പം ഞാൻ ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. ഇതിലാണ് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓയിൽ മസാജാണ്. എഴുന്നേറ്റ് ഫേസ് കഴുകി, മുഖം കഴുകി, സോപ്പൊന്നും ഇട്ടിട്ടില്ല, നോർമലായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് സ്വീറ്റ് ബദാം ഓയിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ആകുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ചില പേർക്ക് ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആകില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രം ഓയിലിന് പകരം അലോവേര ജെല്ല്, ഇതേ പ്രോസസ്സ്, അലോവേര ജെല്ല് എടുത്തതിന് ശേഷം, ഫ്രഷ് അലോവേര അല്ല, അലോവേരയുടെ ജെല്ല്. ഫ്രഷ് അലോവേര സ്യൂട്ട് ആകുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. ചില പേർക്ക് പിമ്പിൾസ് വരും. അപ്പോൾ കുറച്ച് അലോവേര ജെല്ല് എടുക്കുക. ഈ ചെയ്യുന്ന അതേ പ്രോസസ്സിൽ ചെയ്യുക, വെള്ളത്തോടെ ചെയ്യാം. ഓക്കെ, ഇത് മസാജ് ചെയ്യുന്നത് ഒരുപാട് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഒരു പ്രഷറും കൊടുക്കാതെ വേണം മസാജ് ചെയ്യാനായിട്ട്. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. ഇപ്പോൾ നോർമലായിട്ട് പിമ്പിൾസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് പ്രഷർ കൊടുക്കാം, അല്ലാത്തവർ പ്രഷർ കൊടുക്കാനും പാടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ഐ തിങ്ക് കുറച്ച് ലാഗായി പോകും. ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ എടുക്കുക. ഒരുപാട് ഓയിൽ എടുക്കരുത്, ജസ്റ്റ് ഒരു 6 to 7 ഡ്രോപ്സ് ഓയിൽ. ഓക്കെ, ഓയിൽ എടുത്തതിന് ശേഷം, ഞാനിത് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്, പക്ഷെ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഇന്ന് ഇത്രയും ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കയ്യിൽ വെച്ച് നല്ല രീതിയിൽ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു കട്ട്ലേജ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സംഭവം, അവിടെ വേണം ആദ്യം മസാജ് കൊടുക്കാനായിട്ട്. അത് നിങ്ങൾക്ക് താഴെയോ മേളിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് കുഴപ്പമില്ല. ഇവിടെ ചെയ്യുമ്പോൾ ഫേസിൽ ചെയ്യുമ്പോൾ മേലോട്ട് ചെയ്യാവും. ഇവിടെ താഴെ ചെയ്യുന്നുണ്ടോ മേലോട്ട് ചെയ്യുന്നുണ്ടോ ഒന്നും പ്രശ്നമില്ല. ഈ ഒരു ബോൺ ഞാൻ ഇത് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു സ്പീഡിൽ കാണിക്കുകയാണ്. നിങ്ങളത് കറക്റ്റായിട്ട് 20 കൗണ്ട്സ്, എല്ലാത്തിനും 20 കൗണ്ട്സ് വെച്ചോണം. നല്ല പോലെ മേലോട്ടോ താഴോട്ടോ നിങ്ങളുടെ ഇഷ്ടം. നല്ല പോലെ നമ്മുടെ ഈ ചെവിയുടെ ഇവിടെ എൻഡ് ചെയ്യുന്നത് വരെ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. നിങ്ങൾ മാക്സിമം കഴുത്തിലും ചെവിയിലും ഒന്നും ഇടാതിരിക്കുക. നല്ല പോലെ ഇതുപോലെ മസാജ് കൊടുക്കുക.
20 കൗണ്ട്സ് കൗണ്ട് ചെയ്യുക. ഇവിടെയും അതേപോലെ നല്ലപോലെ മസാജ് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ ചെയ്യുന്നത്. നിങ്ങൾ പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യുക. 20 കൗണ്ട്സ് ചെയ്യുക. നല്ല മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്തത് കറക്റ്റായിട്ട് ചെയ്യണം. അതിനുശേഷം ചെയ്യേണ്ടത് കഴുത്തും അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കൈ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ 1 2 3 നമ്മളിതേ ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴുത്തിലാണ് ചുളിവുകൾ ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഫേസ് കാണുമ്പോൾ ഇവിടെ വരെയാണ് സൗന്ദര്യം. ആൺകുട്ടികൾക്കും ഞാനിത് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും കൂടിയാണ്. ഇവിടെ വരെയാണ് നമുക്ക് കാണുന്നത്. അതാണ് നമുക്ക് ഫസ്റ്റ് ഫേസ് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ നമ്മുടെ ഈ ഒരു ചെസ്റ്റിന്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു ഭാഗം വരെയാണ്. അപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1 2 3 4 5 6 ഇതുപോലെ 20 കൗണ്ട്സ് ചെയ്യുക. ഞാൻ വേറെ കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ചെയ്ത് നമ്മൾ ഈ കണ്ടിട്ടില്ലേ, ഈ കുറച്ച് ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന് സൈഡിൽ കൗണ്ട്സ് എണ്ണി കൊടുത്തിട്ട് അതിന് കൂടെ നമുക്കൊരു വീഡിയോ ഫോളോ ചെയ്യുന്ന മാതിരി. ഞാനിപ്പോൾ ഫുൾ വീഡിയോയും അത് കുറച്ച് നല്ല ലെങ്തി വീഡിയോ ആയിരിക്കും. പക്ഷേ ആ 20 കൗണ്ട്സ് വരെ എല്ലാ കൗണ്ട്സും കൗണ്ട് ചെയ്ത് കൂടെ ചെയ്യുന്ന മാതിരി അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീരെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഫേസ് മസാജിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യാം. അത് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഒരുപാട് പേർക്ക് അത് താല്പര്യം കാണത്തില്ല. കാരണം പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, ചെയ്യാമെന്നായിരിക്കും. താല്പര്യമുള്ളവരാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇന്ന് ചെയ്യേണ്ടത് ആദ്യം ഇവിടെ, നെക്സ്റ്റ് കഴുത്ത്, അടുത്തത് നമ്മുടെ കവിളാണ് പെട്ടെന്ന് വയസ്സാകുന്നത് കാണിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് കൈ ചൂടാക്കുക. 1 2 വളരെ സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. 3 നമ്മുടെ ഇവിടെ വരെ മാത്രമേ കൊള്ളാൻ പാടുള്ളൂ, ഇവിടെ വരെ അല്ല. ഓക്കെ, 1 2 3 4 ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. 5 6 ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കവിള് 20 കൗണ്ട്സ് നിങ്ങൾ ചെയ്യണം. ഞാൻ 20 കൗണ്ട്സ് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 20 കൗണ്ട്സ് ചെയ്യുക. നിങ്ങളുടെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 20 കൗണ്ട്സ് അത് ചെയ്യുക. അതിനുശേഷം കൈ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം കവിളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? കവിളിൽ വയ്ക്കുക, ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. എഗെയിൻ 20 കൗണ്ട്സ്. ആ ഒരു ചൂട്, കൈ നല്ലപോലെ ചൂടായിരിക്കണം. ഒരു 2 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ നല്ലപോലെ കൈ ചൂടാക്കുക. ജസ്റ്റ് കവിളിൽ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. 20 കൗണ്ട്സ് കണ്ണടച്ച് ഒരു 20 കൗണ്ട്സ് വെക്കുക. ഓക്കെ, കൗണ്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കവിളിൽ നല്ല ഒരു ഇത് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കൈ വീണ്ടും ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വെക്കുക. നമ്മുടെ ജോയിൽ ഇങ്ങനെ വെക്കുക. 20 കൗണ്ട്സ് വെക്കുക. 20 കൗണ്ട്സ് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരലെടുക്കുക. ചൂണ്ടുവിരലെടുത്തതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ മസാജ് കൊടുക്കുക. വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ 20 കൗണ്ട്സ്. 20 കൗണ്ട് ചെയ്യുമ്പം 1 2 3 ഇങ്ങനെ വേണം കൗണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ 20 കൗണ്ട്സ് മസാജ് ചെയ്യുക. നല്ലപോലെ റിലാക്സ് ആയിട്ട് മസാജ് ചെയ്യുക. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണ്ണ് വീണ്ടും കൈ നല്ലപോലെ ചൂടാക്കുക. കണ്ണിൻ്റെ മേളിൽ ഈ 2 ഭാഗം ഇതുപോലെ കണ്ണിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. കവിളിലും ചേർത്ത് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട്. 20 കൗണ്ട്സ് വെക്കുക. 20 കൗണ്ട്സ് വെച്ചതിന് ശേഷം നമ്മുടെ ഈ മോതിര വിരലെടുക്കുക. നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് ചൂടായി കൊടുക്കുക. മസാജ് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ മസാജിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് നമ്മുടെ ഇവിടെയുള്ള ബോണിൽ നിന്ന് വേണം ആരംഭിക്കാൻ. ഈ ഒരു ബോണിൽ നിന്ന് ഇങ്ങനെ 1 എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചവിടെ എത്തുന്നത് വരെ, ഇവിടെ വരാകുമ്പോൾ 1. ഓക്കെ, വളരെ സ്ലോ ആയിട്ട്. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരാകുമ്പോൾ 2. അതേപോലെ 10 കൗണ്ട്സ് ക്ലോക്ക് വൈസ് ആൻഡ് 10 കൗണ്ട്സ് ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മുടെ പിരികത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ, അത് പിരികത്തിനും കൂടെ ഒരു മസാജാണ്. നമ്മളിങ്ങനെ പിരികം ഇങ്ങനെ പൊക്കി വയ്ക്കും. നമ്മുടെ റിലാക്സിങ് പോയിന്റ്സ് ആണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ 20 കൗണ്ട്സ് മസാജ് ചെയ്യുക. ഇത്രയും മസാജ് മാത്രം നിങ്ങൾ ഫസ്റ്റ് ഡേ ചെയ്താൽ മതി. പക്ഷേ ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് പതുക്കെ റിലാക്സ് ആയിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഫേസ് അങ്ങനെ വിടുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്ന് മസാജ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ഓയിൽ മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഞാൻ ഫേസിൽ വെച്ചിരുന്നു. പിമ്പിൾസ് ഉള്ളവർ നമ്മൾ മസാജ് ചെയ്യുന്നില്ല. പിന്നെ എന്തെങ്കിലും എണ്ണ വെച്ച് ഇറിറ്റേഷൻ ഉള്ളവരാണെങ്കിൽ ഇട്ട ഉടനെ തന്നെ കഴുകിക്കളയാം, കുഴപ്പമില്ല. മസാജ് ചെയ്ത ഉടനെ കഴുകിക്കളയാം. എനിക്ക് പ്രത്യേകിച്ച് എണ്ണ വെക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാനിത് ഇട്ടിട്ടുണ്ട് ഒരു 5 മിനിറ്റായി. അതിനുശേഷം നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കഴുകാനായിട്ട്. ഈ ഒരു ഫേസ് വാഷിന്റെ ലിങ്ക് ഞാൻ എൻ്റെ മോളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് ആ ചാനൽ കൊണ്ടുപോകുന്ന മാതിരി ഒന്നുമില്ല. 5 വീഡിയോ ഇട്ടിട്ട് അവളത് നിർത്തി വെച്ചേക്കോ ഇടാതെ.
ഞാൻ ആ വീഡിയോയുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇത് വീണ്ടും ഉണ്ടാക്കി കാണിക്കാനായിട്ട് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയത് നിറയെ ഇരിക്കുന്നു, വീണ്ടും ഉണ്ടാക്കി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ഒരു 15 ദിവസത്തേക്കുള്ളത് മാത്രം നമുക്ക് ഉണ്ടാക്കി വെക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ്, അതായത് ഒരു 10 ടേബിൾ സ്പൂൺ വെച്ചോ അല്ലേ, 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് പയറുപൊടി, 1/4 കപ്പ് ഓട്സിന്റെ പൊടി, പിന്നെ നീമിന്റെ അതായത് വേപ്പിന്റെ ഇല ഇല്ലാത്തവരാണെങ്കിൽ വേപ്പിന്റെ പൊടി, വേപ്പിന്റെ ഇല ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാം, വേപ്പിന്റെ ഇലയായിട്ട് ഉപയോഗിക്കാം. അതിന്റെ കൂടെ ഒരു വലിയ ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ചൾ പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യുക. ആൺകുട്ടികളാണെങ്കിൽ മഞ്ഞൾ അവോയ്ഡ് ചെയ്യുക, ബാക്കി എല്ലാ സാധനങ്ങളും പൊടിച്ചു വയ്ക്കാം. വേപ്പില നമുക്ക് ഫ്രഷ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 വേപ്പില എടുത്തിട്ട് അരച്ച് ഇതിനകത്ത് ചേർത്താൽ മതി. എന്നതിന് ശേഷം ഞാനിത് ഡെയിലി പാലിലും തൈരിലും മാറി മിക്സ് ചെയ്താണ് ഫേസ് വാഷ് ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ പാലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പാല് സ്യൂട്ട് ആവുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് പാലെടുക്കാം. പാലെടുത്തതിന് ശേഷം ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു പാക്കിൽ വളരെ എളുപ്പമാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട്. ஆனால் നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളുടെ ഫേസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പിമ്പിൾസിന് ഒരു അടിപൊളി ഫേസ് വാഷാണിത്. പിമ്പിൾസ് നല്ല രീതിയിൽ മാറും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ എണ്ണയോടെ തന്നെ, എണ്ണ നമ്മൾ കഴുകുന്നൊന്നുമില്ല, എണ്ണയോടെ തന്നെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്യുമ്പം എപ്പോഴും ഈ ഒരു റൗണ്ട് മോഷൻ ആയിരിക്കണം, അപ്വേർഡ് ആയിരിക്കണം. അതായത് തിരിച്ച് ഇങ്ങനെ അല്ല മസാജ് ചെയ്യേണ്ടത്, ഇങ്ങനെ നല്ല പോലെ ഫേസ് ഫുള്ളായിട്ട് മസാജ് കൊടുക്കുക. ഇതുപോലെ ഫേസ് ഫുള്ളും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ നോർമൽ വാട്ടറിൽ നല്ലപോലെ കഴുകിക്കളയാം. പിമ്പിൾസ് ഉള്ളവർ ഇളം ചൂടുവെള്ളത്തിൽ നല്ലപോലെ കഴുകിക്കളയുക. അതായത് വാം വാട്ടറിൽ, തൊടുമ്പോൾ ചൂട് വേണം, അത്രയേ ഉള്ളൂ. അല്ലാതെ തിളയ്ക്കുന്ന മാതിരിയൊന്നുമല്ല, തൊടുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകുക. അതേപോലെ തന്നെ പിമ്പിൾസ് ഉള്ളവർക്ക് പുതിന ഇട്ട് വെച്ച വെള്ളത്തിൽ മുഖം കഴുകുന്നത് വളരെ നല്ലതാണ്. പുതിന ഇല ഇട്ട് വെച്ച വെള്ളത്തിൽ അപ്പോൾ മുഖം കഴുകി കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പിമ്പിൾ മാർക്ക് പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഫേസ് ഫുള്ളായിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കഴുകിക്കളയുക. നിങ്ങൾ ഈ സിമ്പിളായിട്ട് എടുക്കരുത്, അടിപൊളി റിസൾട്ട് ആയിരിക്കും. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. ഒരു 15 ദിവസം നമുക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. മുഖത്തുള്ള മാർക്കുകളൊക്കെ മാറും, മുഖം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആകും. ഞാൻ ഗ്യാരണ്ടി. എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൂക്കിന്റെ സൈഡൊക്കെ നല്ലപോലെ മസാജ് കൊടുക്കണം. നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറി മൂക്കൊക്കെ നല്ല നീറ്റ് ആകണം. അതുപോലെ നമ്മുടെ താഴെ ഈ ഒരു സൈഡ്. ഓക്കെ, ഇനി ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. ഇപ്പം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി മീൻസ് തുടച്ചതൊന്നുമില്ല, അത് തനിയെ തന്നെ ഡ്രൈ ആയി മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പഴയ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ നിർത്തി വെക്കുക. ഒരു 15 ദിവസം ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കഴിഞ്ഞു. ഇതിനുശേഷം നിങ്ങൾ നല്ല ഒരു റോസ് വാട്ടറോ എന്തെങ്കിലും ഒരു നല്ല ടോണർ, റോസ് വാട്ടറാണ് ഏറ്റവും നല്ലത്, കാരണം അവൈലബിൾ ആയിട്ട് എല്ലാവർക്കും ഉള്ളതും റോസ് വാട്ടറാണ്. അല്ലെങ്കിൽ മുഖക്കുരു അധികമായിട്ടുള്ളവർ ഗ്രീൻ ടീ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്രീൻ ടീ ഇട്ട് വെച്ചിട്ട്, പൊടിയാണെങ്കിൽ 1 സ്പൂൺ ഇട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളം അരിച്ച് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അത് ടോണറായിട്ട് യൂസ് ചെയ്യുക. ഈ 15 ദിവസവും മുഖക്കുരു അധികമായിട്ടുള്ളവർ ഗ്രീൻ ടീ വേണം ടോണറായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അല്ലാത്തവർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, കരിക്കിന്റെ വെള്ളം, അതായത് നമ്മുടെ തേങ്ങ വെള്ളം യൂസ് ചെയ്യാം, നെല്ലിക്ക നല്ലപോലെ വെള്ളം ചേർത്ത് നല്ലപോലെ അരിച്ചെടുത്ത് അത് ടോണറായിട്ട് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ടോണറായിട്ട് നമ്മുടെ റോസ് വാട്ടർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, അത് ഡ്രൈ ആയി. അതിനുശേഷം നിങ്ങൾ നല്ല ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഈ ഒരു 15 ദിവസവും അലോവേര ജെല്ല് തന്നെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഇന്ന് നിങ്ങൾ അലോവേര ജെല്ല് ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേക്കുക. രാവിലെ ഫേസിൽ അപ്ലൈ ചെയ്യുക, വിടുക. ഇതിനുശേഷം നമുക്ക് പൊട്ടറ്റോ വെച്ചിട്ട് ഒരു അലോവേര ജെല്ല് സ്കിൻ ടൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് അലോവേര ജെല്ല് ഫേസിലിടുക, അതായത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത് ടോൺ ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക, ജസ്റ്റ് റിലാക്സ് ആയിട്ട് വിടുക. രാവിലത്തെ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾ കുളിക്കുമ്പോൾ മാക്സിമം സോപ്പ് അവോയ്ഡ് ചെയ്യുക. മാക്സിമം നല്ല 15 ദിവസം നിങ്ങൾ സോപ്പേ മറന്നേക്കുക. ശരീരം ഫുള്ള് കുളിക്കുന്നതായിരുന്നാലും ഇന്ന് നിങ്ങൾ കുളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യാം, ഇല്ലാത്തവർ ചെയ്യേണ്ട. ഓക്കെ, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ചെയ്യാം. നല്ല പയർ പൊടി എടുക്കുക. പയർ പൊടി ഇല്ലെങ്കിൽ പച്ചപ്പയർ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ കുതിർന്നിരിക്കുമല്ലോ, അത് നല്ലപോലെ
തക്കാളി ജ്യൂസ് ചേർത്ത് അരച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു തക്കാളി അതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് പിറം മുഴുവൻ നല്ലപോലെ കഴുകുക. അതായത് പച്ചപ്പയറും തക്കാളിയും ചേർത്ത് നല്ലപോലെ കൈയും കാലും നമ്മുടെ കാലിൻ്റെ വിരലും നമ്മുടെ കാലിൻ്റെ ആ വിരലിൻ്റെ സൈഡും ഒക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകുക. നമ്മുടെ ഈ അണ്ടർആംസിലുള്ള കറുപ്പ് കളറൊക്കെ മാറാനായിട്ടൊക്കെ സൂപ്പർബാണ് അത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഉണ്ട് നമ്മുടെ ഇന്നർ തൈസിലുള്ള കറുപ്പ് കളറ്. അതൊക്കെ മാറാനായിട്ടൊക്കെ ഇത് സഹായിക്കും. നിങ്ങൾ ഈ ഒരു 15 ദിവസം കൊണ്ട് നമ്മുടെ മുഖം മാത്രമല്ല നമ്മുടെ ശരീരം കൂടെ ഭംഗിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ലപോലെ കുറച്ച് സമയമൊക്കെ എടുത്ത് നല്ല വിശാലമായിട്ട് കുളിക്കാം. എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അതുപോലെ കുളിക്കുക. ഇതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ പാക്ക്, അതായത് സ്കിൻ ടൈറ്റനിങ് പാക്ക് കിടക്കുന്നതിന് മുമ്പിടാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇടാം. പാക്ക് ഇട്ട് ഒരു 1 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ വെയിലൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് നല്ല പഴുത്ത പഴം. അത് ഏത് പഴമായാലും കുഴപ്പമില്ല. റോബസ്റ്റ ആണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇത് ഏത് പഴമായാലും കുഴപ്പമില്ല. പക്ഷെ നല്ലപോലെ പഴുത്ത പഴം നല്ല രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, പഴം എന്ന് പറയുന്നത് സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും അതേപോലെ തന്നെ സ്കിന്നിന്റെ സാഗിങ് ഒക്കെ മാറ്റി സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്യാനും സഹായിക്കും പഴുത്ത പഴം. അപ്പൊ പഴുത്ത പഴം നല്ലപോലെ ഉടച്ചെടുക്കാം. അതില് ഒരു 1/4 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല, ഇന്ന് പോയി വേണം എനിക്ക് ഒലിവ് ഓയിൽ വാങ്ങിക്കാനായിട്ട്. സോ ഞാൻ ഇന്ന് ബദാം ഓയിൽ ചേർക്കുന്നു. ഒലിവ് ഓയിൽ ഉള്ളവർ ഒലിവ് ഓയിൽ തന്നെ ചേർക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ ഹണി ചേർക്കാം. കാണാൻ പറ്റുമല്ലോ അല്ലേ? 1 ടേബിൾ സ്പൂൺ ഹണി ചേർക്കാം. പഴം, തേന്, ഒലിവ് ഓയിൽ. ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് പറയൂ കേട്ടോ. സ്കിന്ന് തൊടുമ്പോൾ ഉണ്ടല്ലോ നല്ല ബേബി സ്കിൻ മാതിരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം രാത്രി ഇടുന്നതാണ് സൂപ്പർ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം. എനിക്കിപ്പോൾ സമയമില്ല, രാത്രി വന്നിട്ട് എടുക്കണം, പിന്നെ വീഡിയോ എടുക്കണം, അപ്ഡേറ്റ് ചെയ്യണം, ഒന്നും അതിൻ്റെ കാര്യമല്ലല്ലോ. ഞാൻ വിചാരിക്കുന്നത് അന്നൊന്നും ചെയ്യാം. ഇപ്പം ഇന്നെടുത്ത വീഡിയോ തന്നെയാണ്, ഇന്ന് മോർണിംഗ് എടുക്കുന്ന വീഡിയോ തന്നെയാണ്. എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നല്ല അപ്വേർഡ് ഡയറക്ഷനിൽ ഇടുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരേണ്ട കാര്യമല്ല. എങ്കിലും ആരോ എന്നോട് പറഞ്ഞു, ചേച്ചി ഇട്ട് കാണിച്ചു തരണേ. ഇതുപോലെ നമുക്ക് സുന്ദരികളാവണം കേട്ടോ. നമുക്ക് സുന്ദരന്മാരും ആവണം. എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നമ്മുടെ സ്കിന്ന് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും. പാതി പേരും കെയർ ചെയ്യില്ല. എല്ലാം കാണും, ദൈവമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് സമയമില്ലല്ലോ. എന്താണ് നമുക്കൊരു 15 മിനിറ്റ് പോലും അല്ലെങ്കിൽ നമ്മുടെ ശരീരം നോക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നോക്കാനായിട്ട് നമുക്കൊരു 15 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാനില്ലേ? എങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ വരെ കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം വേണം. കണ്ണിന്റെ താഴെ ഇട്ടോളൂ, കുഴപ്പമില്ല. ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ടും അപ്വേർഡിൽ ഇടണം കേട്ടോ. ഞാൻ അപ്പോൾ മറന്നുപോയി അപ്വേർഡ് ഡയറക്ഷൻ. നിങ്ങൾ മറക്കാതെ അപ്വേർഡിലിടുക, നല്ലപോലെ ഇടുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് മുറുകി മേലോട്ടാകും. അപ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കുക. ഹണി ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മുറുകില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ണിന്റെ താഴെ ഇടാൻ പറഞ്ഞത്. നമ്മുടെ കറുപ്പ് മാറ്റണം. നമ്മുടെ കണ്ണിന്റെ താഴെയുള്ള കറുപ്പുകളൊക്കെ മാറ്റണം. നമ്മുടെ കണ്ണിന്റെ മേളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ണിന്റെ മേലിട്ട് പിന്നെ ചിലർക്കൊരു ഇതുണ്ട്, ഹണി പെട്ട് കഴിഞ്ഞാൽ മുടി വെളുത്ത് പോകുമെന്ന്. അതൊക്കെ മിത്താണ്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ഇടുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ ഇട്ടതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക. അതിനുശേഷം കൂൾ വാട്ടറിൽ കഴുകുക. അതായത് നോർമൽ കൂൾ വാട്ടറിൽ കഴുകുക. ആദ്യം ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക, അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകുക. അപ്പോൾ ഞാൻ പാക്കൊക്കെ ഇട്ട് കഴുകി വൃത്തിയായി ഞാനിപ്പോൾ ഓഫീസിൽ പോകാൻ റെഡിയായി. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണ് ഞാൻ രാവിലെ പാക്കിട്ട് കാണിച്ചത്. കാരണം എനിക്ക് വൈകുന്നേരം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണ്ടേ. നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ വൈകുന്നേരമോ കിടക്കുന്നതിന് മുമ്പോ ഒക്കെ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ മുഖക്കുരു ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്കിനകത്ത്, അതായത് ഈ ഒരു പഴത്തിന്റെ പാക്കിനകത്ത് എണ്ണ ഒഴിക്കേണ്ട, എണ്ണ അവോയ്ഡ് ചെയ്തോളൂ. വേറെ ഒന്നും ചേർക്കണ്ട, എക്സ്ട്രാ ഒന്നും ചേർക്കണ്ട, എണ്ണ ഇല്ലാതെ ഇട്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ നൈറ്റ് കിടക്കാൻ നേരത്ത് ഈ ഒരു പാക്ക് ഇടുന്നവരാണെങ്കിൽ നല്ലപോലെ കഴുകിയതിന് ശേഷം എഗെയിൻ ടോണറും ഒരു അലോവേര ജെല്ലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ റൊട്ടീൻ. എനിക്കറിയാം നമ്മുടെ ഈ ഫസ്റ്റ് ഡേ വ്ളോഗ് എന്ന് പറയുന്നത് ഇതൊരു വ്ളോഗ് പോലെ കണ്ടാൽ മതി കേട്ടോ നിങ്ങൾ. കാരണം ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് വീഡിയോ കുറച്ച് ലാഗ് ആയിരിക്കുന്നത്. എനിക്കറിയാം ലാഗ് എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ ക്ഷമിക്കുക, ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്ഷനോടുകൂടി ചെയ്യണം. അതുകൊണ്ടാണ് കുറച്ച് ലാഗായി പോയാലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം വേണമെങ്കിലും കാണാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ തലയിലൊക്കെ ഫുള്ള് എണ്ണ വെച്ചേക്കുവാണ്, ഞാൻ കഴുകിയില്ല.
ഓഫീസിൽ പോവുകയാണ്, ഓക്കെ പ്രശ്നമില്ലെന്ന് വിചാരിച്ചു, വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. ആരും ഹെയർ കെയർ ഒന്നും വിട്ട് കളയരുത്. ഹെയറൊക്കെ നല്ലപോലെ സൂക്ഷിക്കണം. നമ്മുടെ ഫസ്റ്റ് ഹെയർ കെയർ ചലഞ്ചൊക്കെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്ത് ഹെയറൊക്കെ സൂപ്പറായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ സെക്കൻഡ് ഡേയിലെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.